പാർലമെന്റിന്റെ നടപ്പു സമ്മേളനത്തിൽ അസാധാരണമായ 2 കുറ്റവിചാരണ നടപടികൾക്ക് പ്രതിപക്ഷം നിർബന്ധിതമായി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായതായിരുന്നു ആദ്യത്തേത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ കുറ്റവിചാരണ നോട്ടീസാണ് രണ്ടാമത്തേത്. ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ളവരുടെ സുതാര്യതയും നിഷ്പക്ഷതയും ജനാധിപത്യത്തോടുള്ള ആദരവും നിലനിർത്തുന്നതിന് ഭരണഘടന തന്നെ അനുവദിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് 2 പേർക്കെതിരായ നടപടിക്ക് പ്രതിപക്ഷം സന്നദ്ധമായത്. BJP ഭരണത്തിനു കീഴിൽ ഭരണഘടനാ പദവികളിലിരിക്കുന്നവർ എത്രത്തോളം പക്ഷപാതപരവും ഏകപക്ഷീയവും സുതാര്യതയില്ലാത്തവരുമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ 2 നടപടികളിലേക്ക് പ്രതിപക്ഷത്തെ നയിച്ച സാഹചര്യങ്ങൾ. ആദ്യ നടപടി സ്പീക്കർക്കെതിരായിരുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകില്ലെന്ന പ്രതിപക്ഷത്തിന് ബോധ്യമുള്ളതായിരുന്നു. പക്ഷേ സ്പീക്കറുടെ ജനാധിപത്യ വിരുദ്ധവും ഏകപക്ഷീയവുമായ നടപടികൾ സഭാതലത്തിൽ ചർച്ച ചെയ്യുന്നതിന് അവസരമൊരുക്കുകയെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചു. ഭരണഘടനാ അനുച്ഛേദം 93 അനുസരിച്ച് ലോക്സഭാ നടപടികൾ നിയന്ത്രിക്കേണ്ടത് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാണ്. എന്നാൽ ഓം ബിർള സ്പീക്കറായ ശേഷം കഴിഞ്ഞ 7 വർഷമായി സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ഇതുതന്നെ ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള അവഹേളനത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ്. സ്പീക്കർക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു സഭാ നടപടികൾ നിയന്ത്രിക്കേണ്ടിയിരുന്നത്. പ്രസ്തുത സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ സ്പീക്കർ നിയമിച്ച പാനലിൽ നിന്നുള്ളവരായിരുന്നു ആ ചുമതല നിർവഹിച്ചത്. എന്നു മാത്രമല്ല, കഴിഞ്ഞ 7 വർഷത്തെയും സ്പീക്കർ എന്ന നിലയിലുള്ള ഓം ബിർളയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പക്ഷപാതിത്വം വ്യക്തമാണ്. സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുക, പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിന് സാഹചര്യമൊരുക്കുക, പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കുക എന്നിങ്ങനെ ഏകപക്ഷീയമായ നിരവധി ഉദാഹരണങ്ങൾ ഇക്കാലയളവിലുണ്ടായി. BJP സർക്കാരിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളും പരാമർശങ്ങളും സഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുക പോലും ചെയ്യാതെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന എത്രയോ സംഭവങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുമെന്ന കാരണം പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വേണ്ടെന്ന് വെപ്പിച്ച നടപടിയും സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രതിപക്ഷത്തു നിന്നുള്ള വനിതാ MP-മാർ മോഡിയുടെ ഇരിപ്പിടം വളഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്പീക്കറുടെ വിശദീകരണം. ഈ വിധത്തിൽ പദവിയുടെ അന്തസ്സ് കെടുത്തുന്ന സമീപനങ്ങൾ ഓം ബിർളയിൽ നിന്നുണ്ടായപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രമേയം പരാജയപ്പെട്ടെങ്കിലും വിഷയം ചർച്ച ചെയ്തതിലൂടെ സ്പീക്കർ പദവിയുടെ മഹത്വം ഉയർത്തിക്കാട്ടുവാനും ഓം ബിർളയെ മുൻനിർത്തി BJP ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഭരണഘടനാ പദവികളെയും BJP എത്രത്തോളം അപഹസിക്കുന്നുവെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും സാധിച്ചു. സ്പീക്കർ എന്നതുപോലെ സുതാര്യതയും നിഷ്പക്ഷതയും അനിവാര്യ ഘടകമായ ഭരണഘടനാ പദവിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടേത്. ഈ സ്ഥാനത്ത് അവരോധിതനായതു മുതൽ ഗ്യാനേഷ് കുമാർ നടത്തുന്ന ഏകപക്ഷീയവും BJPക്ക് സഹായകരവുമായ നടപടികൾക്കെതിരെയാണ് പ്രതിപക്ഷം രണ്ടാമത്തെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയ സാമുദായിക താൽപര്യങ്ങൾക്കനുസരിച്ച് വോട്ടവകാശം നിഷേധിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഉണ്ടായത്. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ ഈ ലക്ഷ്യം നേടുന്നതിനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ഇതിനകമുള്ള നടപടിക്രമങ്ങളിലൂടെ തന്നെ വ്യക്തമായി കഴിഞ്ഞു. ആദ്യം നടപ്പിലാക്കിയ ബീഹാറിലും 2ാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലും കോടിക്കണക്കിന് സമ്മതിദായകരെയാണ് പട്ടികയിൽ നിന്ന് നീക്കിയത്. പിന്നീട് വിവിധ ഘട്ട നടപടിക്രമങ്ങളിലൂടെ ഇവരിൽ കുറേയധികം പേരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു എന്നതിലൂടെ ദുരുദ്ദേശം വ്യക്തമായിട്ടുണ്ട്. അപ്പോഴും വിവിധ കാരണങ്ങൾ പറഞ്ഞ് ദശലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യാനാകുമോ എന്ന ആശങ്കയിൽ തുടരുകയാണ്. BJPക്ക് അധികാരമുള്ള അസമിനെ ഈ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കിയെന്നതും അവിടെ ഭരണകക്ഷി ആഗ്രഹിക്കുന്ന വിവിധ വിഭാഗങ്ങളെ കൂട്ടത്തോടെ ഒഴിവാക്കിയതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും സുതാര്യതയും ചോദ്യമുനയിൽ നിർത്തുന്നതാണ്. CECക്കെതിരായ നോട്ടീസ് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ പദവിയുടെ മഹത്വം ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ അത് പൗരന്മാരെ ബോധ്യപ്പെടുത്തുന്നതിന് ഇതല്ലാതെ വഴിയില്ലെന്നതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരമൊരു നീക്കത്തിന് നിർബന്ധിതമായിരിക്കുന്നത്. ചില പരാജയങ്ങൾ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. അതുതന്നെയാണ് ഈ 2 ഇംപീച്ച്മെന്റ് പ്രമേയങ്ങളും പ്രസക്തമാക്കുന്നത്.